സഭയുടെ തനയനായ മാർപ്പാപ്പയിൽ പൂർണ്ണ അനുസരണവും വിധേയത്വവും പ്രഖ്യാപിച്ചിട്ടുള്ള ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് താൻ ആരാണെന്ന ചോദ്യത്തിന് പത്രോസ് നൽകുന്ന മറുപടിയും, കർത്താവ് ശേഷം പത്രോസിനെ സഭയുടെ പാറയായി സ്ഥാപിക്കുന്നതും ചുമതലപ്പെടുത്തുന്നതുമാണ് സുവിശേഷം. ഇന്ന് തിരുസഭ വിശുദ്ധ പത്രോസിൻ്റെ വിശുദ്ധ സിംഹാസനത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹാശംസകൾ നേരുന്നു. 5 കാര്യങ്ങൾ ഇവിടെ സുവ്യക്തമാണ്. 1. ക്രിസ്തുവാകുന്ന സഭയെ പത്രോസാകുന്ന പാറമേൽ കർത്താവ് പണിയുവാൻ ആഗ്രഹിക്കുന്നു. 2. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് എന്ന സത്യം. 3. പത്രോസ് മണവാളനെ ഏറ്റുപറയുന്നു. 4. കർത്താവ് പത്രോസിനെ മണവാട്ടിയായ സഭയുടെ അടിസ്ഥാന പാറയായി നിയോഗിക്കുന്നു. ഏറ്റവും ഒടുവിലായി സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൈമാറ്റം, അധികാരം പത്രോസിനെ ഏൽപ്പിക്കുന്നു. കേസറിയ ഫിലിപ്പിയിലെ ഈ അവിസ്മരണീയമായ കണ്ടുമുട്ടലിൻ്റെ പരമ്പരാഗതമായ പശ്ചാത്തലം ഒരു വലിയ പാറക്കെട്ടിന് താഴെയുള്ള മനോഹരമായ നദീതീരമാണ്. യേശു ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് ആളുകൾ പറയുന്നത്? ധൈര്യശാലിയായ പത്രോസ് അപകട സാഹചര്യങ്ങൾ ഏറ്റെടുക്കുവാൻ മനസ്സുള്ള പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. സ്യു എയ് ക്രിസ്തോസ് എന്നാണ് ഗ്രീക്ക് പദം. നീ ക്രിസ്തുവാകുന്നു. പത്രോസിൻ്റെ പ്രഖ്യാപനം വഴി 3 സത്യങ്ങളാണ് അവിടെ വെളിവാക്കപ്പെടുന്നത്. 1. ക്രിസ്തുവിൻ്റെ ദൈവത്വം. 2. ക്രിസ്തുവിൻ്റെ മനുഷ്യനെന്ന ഭാവം. 3. ജീവിക്കുന്ന ദൈവം എന്ന പത്രോസ് ശ്ലീഹായുടെ വാക്യം വിജാതീയ സ്ഥലമായ കേസറിയ ഫിലിപ്പിയിൽ അർത്ഥപൂരിതമായ ഏറ്റുപറച്ചിലായി തീരുകയും ചെയ്യുന്നു. ക്രിസ്തു ഈ ഭൂമിക്ക് മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അധികാരത്തിൻ്റെയും അടയാളത്തിൻ്റെയും ചിഹ്നമായാണ് വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസന തിരുനാൾ സഭ കൊണ്ടാടുന്നത്. ഈ ചിന്തയിൽ നിന്നുമാണ് മെത്രാന്മാരുടെ കസേരയ്ക്ക് കത്തീഡ്ര എന്ന് പേര് ലഭിക്കുന്നത്. മെത്രാന്റെ സിംഹാസനം എന്നാണ് അതിൻ്റെ അർത്ഥം. പത്രോസ് കർത്താവിനെ മഹത്വപ്പെടുത്തിയ അതേ വാക്യത്താൽ കർത്താവ് പത്രോസിനെ ഉയർത്തി സഭയുടെ അധികാരിയാക്കുകയാണ് ചെയ്യുന്നത്. പത്രോസ് കർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി സ്യു എയ് ക്രിസ്തോസ്, നീ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പത്രോസിനെ നോക്കി പറഞ്ഞു, സ്യു എയ് പേത്രോസ്, നീ പാറയാകുന്നു. അരമായ ഭാഷയിൽ കേപ്പ എന്നാണ് പത്രോസ് എന്നതിന് ഉള്ള നാമം. ദൈവനിയോഗത്തിൻ്റെ സൂചനയായി കർത്താവ് ആ നാമം പത്രോസിന് നൽകുകയായിരുന്നു. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. യേശു തൻ്റെ സഭയെ അപ്പോസ്തലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് പണിതുയർത്തുവാൻ ആഗ്രഹിച്ചത്. ക്രിസ്തുവിനെ ആധികാരികതയോടെ ഈ ഭൂമിയിൽ ഏറ്റുപറയുവാൻ ക്രിസ്തു സ്ഥാപിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കല്ലുകളാണ് അപ്പോസ്തലന്മാർ. അതിൻ്റെ ആണിക്കല്ലാണ് പത്രോസ്. സഭയുടെ ഐക്യവും ശക്തിയും അധികാരവും സമ്പൂർണമായ കീഴ്വഴങ്ങലും ഒക്കെയാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ഉത് ഒംനുസ് ഉനും സിയുത് അറ്റ് മയോറം ദെയ് ഗ്ലോറിയാം. ദൈവത്തിൻ്റെ മഹത്തായ മഹത്വത്തിനായി അവരെല്ലാം ഒന്നാകാൻ. അതാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും, പള്ളി പണിയും എന്ന്. ഈ സിംഹാസന തിരുനാളിൽ ദൈവത്തോടും സഭയോടും ഐക്യപ്പെട്ട് അനുസരണയിലും കത്തോലിക്ക പഠനങ്ങളോടുള്ള സ്വീകാര്യതയിലും നമുക്ക് നിലകൊള്ളാം. പരിശുദ്ധ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയോ അകന്നു നിൽക്കുകയോ ചെയ്യുന്ന എല്ലാവരെയും തിരികെ സഭയിലേക്ക് കൊണ്ടുവരുവാൻ പ്രത്യേക നിയോഗമായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്വർഗീയ മധ്യസ്ഥ പത്രോസ്ലീഹാ, സ്വർഗ കവാടത്തിൻ കാവൽക്കാരാ, ജീവിക്കും ദൈവത്തിൻ സൂനുവാം യേശുവിൻ വിശ്വാസമേറ്റു പറഞ്ഞവനേ. സ്വർഗീയ മധ്യസ്ഥ പത്രോസ്ലീഹാ, സ്വർഗ കവാടത്തിൻ കാവൽക്കാരാ, ജീവിക്കും ദൈവത്തിൻ സൂനുവാം യേശുവിൻ വിശ്വാസമേറ്റു പറഞ്ഞവനേ. ശിഷ്യപ്രമുഖനായി വാഴുന്ന ശ്ലീഹായെ ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ. ശിഷ്യപ്രമുഖനായി വാഴുന്ന ശ്ലീഹായെ ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മധ്യസ്ഥ പത്രോസ്ലീഹാ, സ്വർഗ കവാടത്തിൻ കാവൽക്കാരാ. പാറയാകും നിന്നിലല്ലോ ക്രിസ്തു സഭ തീർത്തു മോദാൽ, പാരിലധികാരമേകി പുണ്യതാതനാ. പാറയാകും നിന്നിലല്ലോ ക്രിസ്തു സഭ തീർത്തു മോദാൽ, പാരിലധികാരമേകി പുണ്യതാതനായി. നിന്നിഴലിൽ സൗഖ്യം തേടും ഈ തനയർക്കായി, നിത്യസത്യ ദൈവത്തിങ്കൽ പ്രാർത്ഥിക്കണമേ. ശിഷ്യപ്രമുഖനായി വാഴുന്ന ശ്ലീഹായെ ഞങ്ങൾക്കായി എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മധ്യസ്ഥ പത്രോസ്ലീഹാ, സ്വർഗ കവാടത്തിൻ കാവൽക്കാരാ, മനുജരമജഗണത്തെ വചനത്താൽ നീ നയിച്ചു, നീ ധരിച്ചോരേശുവിനെ നിത്യം ഘോഷിച്ചു. മനുജരാമജഗണത്തെ വചനത്താൽ നീ നയിച്ചു, നീ ധരിച്ചോരേശുവിനെ നിത്യം ഘോഷിച്ചു. പൊൻപാദത്തിലാശ്രയങ്ങൾ തേടും സോദർക്കായി, യേശുനാമത്താലെ എന്നും പ്രാർത്ഥിക്കണമേ. സ്വർഗീയ മധ്യസ്ഥ പത്രോസ്ലീഹാ, സ്വർഗ